എത്ര കാലം കൂടി അമ്മയോട് ഞാൻ തൊഴിൽ ഇല്ലെന്ന് പറയണം? ഒരു യുവാവിൻ്റെ ചോദ്യമാണ് ഇത്. ജാർഖണ്ഡിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വേദനയായി മാറിയിരിക്കുന്നു. സർക്കാർ ജോലി സ്വപ്നം കണ്ട് വർഷങ്ങളോളം പഠിച്ച യുവാക്കളും യുവതികളും ഇന്ന് പുസ്തകങ്ങൾ മാറ്റിവെച്ച് തെരുവിലാണ്. കാരണം സർക്കാർ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് അവരുടെ ഗുരുതര ആരോപണം. ജാർഖണ്ഡിൽ കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി JPSC പരീക്ഷാ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ച, മാർക്ക് നിർണയത്തിലെ അപാകതകൾ, തിരഞ്ഞെടുപ്പ് നടപടികളിലെ സുതാര്യക്കുറവ് എന്നിവയാണ് പ്രധാന ആരോപണങ്ങൾ. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് വളരെ ലളിതമാണ്. ഞങ്ങൾക്ക് പ്രത്യേകം ആനുകൂല്യങ്ങളൊന്നും വേണ്ട. അർഹതയുള്ളവർക്ക് അർഹമായ ജോലി ലഭിക്കുന്ന ഒരു സുതാര്യമായ സംവിധാനം മാത്രം മതി. പലരും 5 വർഷം 6 വർഷം സർക്കാർ ജോലി ലക്ഷ്യമായി പഠിച്ചവരാണ്. കുടുംബം കടം വാങ്ങി കോച്ചിങ് നൽകി. ചിലർ സ്വകാര്യ ജോലികൾ ഉപേക്ഷിച്ചു. എന്നാൽ ഓരോ പരീക്ഷയ്ക്കും ശേഷം വിവാദങ്ങൾ ഉയരുമ്പോൾ അവരുടെ ഭാവി വീണ്ടും അനിശ്ചിതത്വത്തിലാവുകയാണ്. പ്രതിഷേധം വെറും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഒതുങ്ങിയില്ല. റാഞ്ചിയിൽ വിദ്യാർത്ഥികൾ തിരങ്ക മാർച്ച് നടത്തി. മഴയെപ്പോലും അവഗണിച്ചാണ് 100 കണക്കിന് പേർ തെരുവിലിറങ്ങിയത്. പിന്നീട് സത്യാഗ്രഹവും നിരാഹാര സമരവും ആരംഭിച്ചു. പ്രതിഷേധം കൂടുതൽ ശക്തമായതോടെ ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ വിഷയമായി മാറി. വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, ആരോപണ വിധേയമായ പരീക്ഷകളെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം. രണ്ടാമത്, റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർണ്ണമായും സുതാര്യമാക്കുക. മൂന്നാമത്, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക. സർക്കാർ ജോലികളിൽ വിശ്വാസം തിരികെ കൊണ്ടുവരണമെന്നാണ് അവരുടെ ആവശ്യം. ഈ പ്രതിഷേധം രാഷ്ട്രീയ ശ്രദ്ധയും നേടിയിട്ടുണ്ട്. പ്രതിപക്ഷം വിഷയം നിയമസഭയിൽ ശക്തമായി ഉന്നയിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തതും വിവാദമായി. അതേസമയം വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താൻ സർക്കാർ പ്രതിനിധി സംഘത്തെ നിയോഗിക്കുകയും പ്രതിഷേധക്കാരും 11 അംഗ സമിതി രൂപീകരിക്കുകയും ചെയ്തു. ഇത് ജാർഖണ്ഡിലെ മാത്രം പ്രശ്നമാണോ? അല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാർ പരീക്ഷകളെ ചുറ്റിപ്പറ്റി ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷ റദ്ദാക്കൽ, നിയമനത്തിലെ കാലതാമസം തുടങ്ങിയ വിവാദങ്ങൾ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം മറ്റു സ്ഥലങ്ങളിലെ മത്സര പരീക്ഷാ ഉദ്യോഗാർത്ഥികൾക്കും വലിയ ആശങ്കയാകുന്നു. ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പലർക്കും വർഷങ്ങൾ ചെലവാകും. സുഹൃത്തുക്കൾ ജോലി നേടുമ്പോൾ ഇവർ ഇപ്പോഴും പുസ്തകങ്ങൾക്കൊപ്പം കഴിയുന്നു. കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഓരോ പരീക്ഷയും പ്രതീക്ഷയാണ്. പക്ഷേ ഓരോ തവണയും ക്രമക്കേടുകൾ എന്ന വാർത്ത വരുമ്പോൾ നഷ്ടമാകുന്നത് ഒരു ജോലി മാത്രമല്ല, ഒരു തലമുറയുടെ ആത്മവിശ്വാസമാണ്. ദ ക്വിൻറ്റ് എന്ന മാധ്യമത്തിന്റെ റിപ്പോർട്ടിൽ സംസാരിച്ച പല വിദ്യാർത്ഥികളും പറഞ്ഞത് ഒരേ കാര്യമാണ്. വീട്ടിൽ ഓരോ ദിവസവും ഒരേ ചോദ്യം: ജോലി കിട്ടിയില്ലേ? ഇനി എത്ര കാലമെടുക്കും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ മാനസികമായി തളരുന്നവരും നിരവധിയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളാണ്. വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾ അന്വേഷിക്കുമോ? റിക്രൂട്ട്മെന്റ് സംവിധാനം കൂടുതൽ സുതാര്യമാകുമോ? അല്ലെങ്കിൽ പ്രതിഷേധം ഇനിയും ശക്തമാകുമോ? ഇത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: ഒരു സംസ്ഥാനത്തിന്റെ ഭാവി അതിന്റെ യുവജനങ്ങളാണ്. അവരുടെ വിശ്വാസം തകരുമ്പോൾ നഷ്ടമാകുന്നത് വ്യക്തികളുടെ സ്വപ്നങ്ങൾ മാത്രമല്ല, ഭരണ സംവിധാനത്തിന്റെ വിശ്വാസ്യത കൂടിയാണ്.